നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു വല്ലാത്ത വഴിത്തിരിവുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന പുതിയ നയങ്ങൾ എന്നുള്ളത് അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ കേസിനെ, ഈ ഒരു സ്വർണ്ണക്കൊള്ളയെ വളരെ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരാവട്ടെ, മാധ്യമപ്രവർത്തകരാവട്ടെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, റിട്ടയർ ചെയ്തിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ പറയുന്നത്. കാരണം അമ്പരപ്പിക്കുന്ന ചില നീക്കങ്ങൾ SIT നടത്തുന്നുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ ഒരു ഗതിവിഗതികൾ ശരിയായ ദിശയിലേക്കാണോ പോകുന്നത് എന്നുള്ള സംശയങ്ങളും പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ ഉയരേണ്ടതുണ്ട് എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. അതിന് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം കോടതിയുടെ ഈ വിഷയത്തിൽ നടത്തിയ ശക്തമായ നിരീക്ഷണങ്ങളാണ്. മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ മകൻ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ആയതുകൊണ്ടാണോ, തുടങ്ങിയ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ ഉണ്ടായത് ഒന്നാമത്തെ കാര്യം. ആ സംഭവത്തെ തുടർന്ന് ശങ്കർദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മകൻ സ്വയം ചോദിച്ചു വാങ്ങിയ സ്ഥലം മാറ്റം പ്രകാരം എറണാകുളം സിറ്റിയുടെ കമ്മീഷണർ സ്ഥാനം മാറി മറ്റൊരു പദവിയിലേക്ക് നീങ്ങുകയും ചെയ്തതൊക്കെ വളരെ കരുതിക്കൂട്ടി ചെയ്ത കാര്യങ്ങൾ പോലെയാണ് തോന്നുന്നത്. യാദൃശ്ചികമായിട്ട്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഹൈക്കോടതി വിമർശിച്ചതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് വിമർശിച്ചതുകൊണ്ട് അദ്ദേഹം മനോവിഷമം താങ്ങാതെ, അല്ലെങ്കിൽ താങ്ങുവാനാകാതെ ചോദിച്ചു വാങ്ങിയ സ്ഥലം മാറ്റമാണ്, അല്ലെങ്കിൽ സ്ഥാനമാറ്റമാണ് ഇത് എന്ന് നിസ്സാരമായൊരു രീതിയിൽ കാണാവുന്ന ഒന്നല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. പോലീസ് സേനയിൽ ഇപ്പോൾ സർവീസിലുള്ള, അല്ലെങ്കിൽ ഉള്ളവരും വിരമിച്ചവരുമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇതൊരു നിസ്സാരമായി കാണുവാൻ സാധിക്കുന്നൊരു നീക്കമല്ല ഈ സ്ഥലം മാറ്റം, ചോദിച്ചു വാങ്ങിയ സ്ഥാനമാറ്റം എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വാജിവാഹനം തന്ത്രിയുടെ ഗൃഹത്തിൽ നിന്ന് കണ്ടെടുത്ത വിഷയത്തെ സംബന്ധിച്ച് തന്ത്രിക്ക് ഇതിന്മേൽ അവകാശമുണ്ടോ, അവകാശമില്ല, അല്ലെങ്കിൽ ഇത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് തന്ത്രിക്ക് കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഇത് പുറത്തു വരുന്നത്. എന്നാൽ SITയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇതിനെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്തരത്തിലുള്ളൊരു മിസ്ഇൻഫർമേഷൻ എന്ന് പറയും, തെറ്റായ വിവരങ്ങൾ, അല്ലെങ്കിൽ ഒരു വിവരം ഇന്ന് വരിക, അത് ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്നത് വെള്ള ഷർട്ടാണ് എന്ന് പുറത്തു നിൽക്കുന്ന ഒരാളെ അറിയിക്കാതെ കറുത്ത ഷർട്ടാണ് അയാൾ ധരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറയുക, പിറ്റേ ദിവസം പറയുക, അല്ലെങ്കിൽ ഒരു അല്പം കഴിഞ്ഞ് പറയുക നീല ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഷർട്ടേ ഇട്ടിട്ടില്ല, തുടങ്ങിയ പരസ്പര വിരുദ്ധമായ വിവരങ്ങൾ ഇങ്ങനെ കുത്തി ഒഴുകുമ്പോൾ ഇതൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഊഹിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഭാവനയിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒരു വിവരം അതിപ്രസരത്തിൻ്റെ ഒരു രീതിയല്ല ഈ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾക്ക് ഉള്ളത്. കൃത്യമായ ആസൂത്രണത്തോടെ കേസിൻ്റെ വഴി തെറ്റിക്കുവാനോ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ നിൽക്കുന്ന ഈ കേസിൽ ഒരു ആശയക്കുഴപ്പം പ്രേക്ഷകരുടെ, അല്ലെങ്കിൽ ഇതിനെ ശബരിമലയിലെ ഭക്തന്മാരുടെ ഉള്ളിലുണ്ടാക്കുവാനോ, അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമത്തിന് മുമ്പിൽ ഇതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാലില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ഭരണവും ഒക്കെയായി കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയാൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും, അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കളുടെയും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ ഭാവി നിർണ്ണയിക്കുക എന്നുള്ള ജനത്തിൻ്റെ അവകാശം അവർ വിനിയോഗിക്കുമ്പോൾ അവരിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ ഈ ഒരു വിവരങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഇതിന് പിന്നിലുള്ള ആസൂത്രകരുടെ ഒരു കണക്കുകൂട്ടൽ. അത് പലപ്പോഴും അവർ വിദഗ്ധമായി സാധിച്ചെടുക്കുകയും ചെയ്തൊരു പ്രവൃത്തിയാണ്. ഈ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ച് അവർ ചെയ്തിട്ടുള്ള പല കുറ്റകൃത്യങ്ങളോ, അല്ലെങ്കിൽ കൊള്ളരുതായ്മകളോ മറച്ച് വീണ്ടും തിരഞ്ഞെടുപ്പുകളിൽ വിജയങ്ങൾക്ക് മേൽ വിജയം നേടുക എന്നുള്ളത്. അതും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ മേൽ അത്തരം ആരോപണങ്ങൾ വളരെ ശക്തമാണ്. അവരതിൽ വിദഗ്ധരാണെന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളെല്ലാം മറച്ച്, അല്ലെങ്കിൽ അവർ ചെയ്ത കൊള്ളരുതായ്മകളെല്ലാം മറച്ച്, അല്ലെങ്കിൽ കണ്ടില്ലേ ഞങ്ങൾ ഇങ്ങനെ കൊള്ളരുതായ്മ ചെയ്തു എന്ന് വ്യാജമായ ആരോപണമാണ് ഞങ്ങളുടെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ഒരു
ധാരണ പൊതുസമൂഹത്തിനിടയിൽ വളരെ വിദഗ്ധമായി എന്നാൽ നിശബ്ദമായി പടർത്തി ജനാഭിപ്രായം അല്ലെങ്കിൽ ജനസമ്മതി, ജനസമ്മതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമ്മതിദാന സമയത്തുള്ള സമ്മതിയാണ്, അത് അവർക്ക് അനുകൂലമായി തിരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈദഗ്ധ്യം കേരളത്തിൽ ഇന്ന് മറ്റൊരു പാർട്ടിക്കുമില്ല എന്നുള്ളതും സത്യമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്നാണ്. പ്രശാന്തിൻ്റെ അറസ്റ്റ് താമസിയാതെ നടക്കും എന്നുള്ളൊരു ധാരണ പൊതുവെ പരന്നിട്ടുണ്ട്. SIT ചിലപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്തിയേക്കാമെന്നുള്ളൊരു ധാരണ പരന്നതിന് പിന്നാലെ പ്രശാന്ത് മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകി. അതിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ ഈ സ്വർണ്ണപ്പാളികൾ ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് ചെന്നൈയിലേക്ക് കൊടുത്തയച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയിട്ടില്ല. തിരിച്ച് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ സ്വർണ്ണപ്പാളികളുടെ തൂക്കം വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരിക്കലും ഈ സ്വർണം കൊണ്ടുപോകുന്ന പ്രക്രിയയിൽ പങ്കാളിയായിട്ടില്ല. ഇനി അതിലാകെ ഞങ്ങൾക്ക് സംഭവിച്ച പിഴ സ്പെഷ്യൽ കമ്മീഷണർ, അതായത് കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു. അതിൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ മാപ്പ് പറഞ്ഞതാണല്ലോ, പിന്നെന്താ പ്രശ്നമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ അഭിമുഖങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റായി നിയമവിദഗ്ധർ പറയുന്നത്, സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ അറിവില്ലാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്ന വിവരം. അത്തരത്തിലൊരു വീഴ്ചയായിട്ടേ ഇപ്പോൾ അതിനെ കണക്കാക്കുവാൻ സാധിക്കുകയുള്ളൂ. മനഃപൂർവ്വമുള്ള വീഴ്ചയാണോ അല്ലെങ്കിൽ യാദൃശ്ചികമായി സംഭവിച്ചു പോയൊരു വീഴ്ചയാണോ എന്നുള്ളത് അന്വേഷണം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഴ്ചകൾക്കുള്ളൊരു പഴുത് ശബരിമലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ തെളിവുകൾ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളും കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ പ്രത്യേക അധികാരങ്ങളുള്ള സ്പെഷ്യൽ കമ്മീഷണർ ശബരിമലയിൽ നിലനിൽക്കുമ്പോൾ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു സ്ഥാനവും സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു മേൽനോട്ടവും ശബരിമലയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം പഴുതുകൾ ഉപയോഗിച്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തെളിവുകൾ നശിപ്പിക്കാനോ, ഇനിയിപ്പോൾ തൂക്കം കൂട്ടിയ ഒരു പാളി അവിടെ കൊണ്ടുവച്ചു, ഒരു ഉദാഹരണം പറയുകയാണ്, അങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്, തൂക്കം കൂടിയ ഒരു പാളി ഇപ്പോൾ ലാഭം വേണ്ട, ഇപ്പോൾ തൽക്കാലം നമ്മുടെ തടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ ഈ തൊണ്ടി മുതൽ തിരിച്ച് അപ്രതീക്ഷിതമായി അവിടെ എത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും കണ്ടെടുക്കാനുള്ള ഒരു സാഹചര്യം വളരെ നിഷ്കളങ്കമായ രീതിയിൽ കണ്ടെടുക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇതൊരു സാങ്കല്പിക സാഹചര്യം ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ സംഭവിക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള തിരിമറികൾ സ്വതന്ത്രമായി നടത്തപ്പെടുവാനുള്ള ഒരു അല്ലെങ്കിൽ നിരവധി പഴുതുകൾ ശബരിമലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഹൈക്കോടതി അനുവദിച്ചു നൽകിയ പ്രത്യേക അധികാരങ്ങളുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ മേൽനോട്ടം ശബരിമലയിൽ നിലനിൽക്കെ തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. അറിയാതെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മനഃപൂർവ്വമോ അതെന്താണെന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കില്ല, PS പ്രശാന്ത് പറഞ്ഞുപോയ ഇത്തരത്തിലുള്ളൊരു വീഴ്ച. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നില്ല, അതിന് ഞങ്ങൾ ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു കുറ്റസമ്മതം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു പഴുതുകളുടെ തുറന്നുകാട്ടലാണ്. മനഃപൂർവ്വമായിരിക്കണമെന്നില്ല, അറിയാതെ ഇത്തരത്തിലുള്ളൊരു പഴുത് ഇപ്പുറത്ത് കിടപ്പുണ്ട് എന്ന് മറുവശത്തും ഇപ്പുറത്തൊരു പഴുത് ആളുകൾ കണ്ടെത്തിയേക്കാം, അല്ലെങ്കിൽ നിയമവിദഗ്ധരോ അല്ലെങ്കിൽ അന്വേഷണ വിദഗ്ധരോ കണ്ടെത്തിയേക്കാമെന്നുള്ളൊരു ധാരണയില്ലാതെ പറഞ്ഞു പോയതാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണാം. പക്ഷേ ഇത്തരത്തിലുള്ള പഴുതുകളുടെ തുറന്നുകാട്ടൽ തന്നെയാണ് PS പ്രശാന്തിൻ്റെ ഈ അഭിമുഖം എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമസ്കാരം.